ഒരു ചിലവുമില്ലാതെ ആഴ്ചയിലോ 1-2 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ സ്റ്റൗ നല്ല പുത്തം പോലെ എന്നും ഇരിക്കും. ഇതിനു വേണ്ടി നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് മേടിക്കുകയോ കൂടുതൽ പൈസ മുടക്കുള്ള സാധനങ്ങൾ മേടിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ കൊണ്ട് നമ്മുടെ സ്റ്റൗ എന്നും പുത്തം പോലെ ഇരിക്കും. ഇതിന് വേണ്ട 2 സാധനമാണ്. ഒന്ന് നമ്മൾ ഇച്ചിരി പൗഡർ, പിന്നെ രണ്ടാമത് നമ്മൾ ഉപയോഗിച്ച് തീരാറായ നമ്മുടെ ഷാമ്പൂവിൻ്റെ ബോട്ടിലില്ലേ, അതിനകത്തോട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കലക്കിയെടുത്ത് ആ വെള്ളവും മാത്രം മതി. നമ്മളതിന് ഈ ഷാമ്പൂവിൻ്റെ അത് കഴുകി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് സ്റ്റൗവിൻ്റെ എല്ലാ പാർട്ടിലും നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് തേക്കണം. പോറരുത്. അതുകൊണ്ട് നമ്മൾ പോറുന്ന സാധനം ഒന്നും ഇട്ട് തേക്കരുത്. സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ ഏതെങ്കിലും സാധനം നമ്മളതിനായിട്ട് ഉപയോഗിക്കണം. ഇത് നിങ്ങൾക്ക് തേച്ച് കുറച്ച് നേരം പിടിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേ എൻ്റെ സ്റ്റൗ ഞാൻ ഇതേ രീതിയിൽ മിക്കവാറും കഴുകുന്നതുകൊണ്ട് എൻ്റെ സ്റ്റൗവിൽ അധികം അഴുക്കൊന്നും ഇല്ല. പിന്നെ എണ്ണമെഴുക്കൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ കുറച്ച് നേരം വേണേൽ ഇത് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ജസ്റ്റ് ആ കുപ്പി കഴുകിയ ആ ഷാമ്പൂവിൻ്റെ ബോട്ടിൽ കഴുകിയ അതിനകത്തൊരു ശകലം വെള്ളം വെച്ച് തുടച്ചാൽ മതി. അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി എടുത്ത് നമ്മൾ സ്റ്റൗ നല്ലതായിട്ടൊന്ന് തുടയ്ക്കണേ. നനവതി പാടില്ല. നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ നിറച്ച് ആ സ്റ്റൗവിലോട്ടൊന്ന് വെതറിയിടണം. നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ചത് കഴുകുമ്പം തന്നെ നല്ല ക്ലീൻ ആവുമേ. പക്ഷെ നമ്മൾ ഈ പൗഡറും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഒത്തിരി ഒന്നും ഇടണ്ട, ശകലം ഒന്ന് കുടഞ്ഞാൽ മതി. എന്നിട്ട് ആ പൗഡറും നല്ലൊരു ഉണങ്ങിയ തുണിയിട്ട് തുടച്ചെടുത്താൽ നമ്മുടെ സ്റ്റൗ നല്ല പുത്തം പോലെ ഇരിക്കും. ഞാനിങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുവേ. എന്നും ചെയ്യേണ്ട, അല്ല ഡെയിലി ഒന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ സ്റ്റൗവിൽ ഒരിക്കലും ഇങ്ങനെ എണ്ണമെഴുക്കോ അഴുക്കോ പറ്റി പിടിച്ചിരിക്കില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഈ ചാനലിലെ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. ഇതുപോലത്തെ ചെറിയ ടിപ്സോ അതുപോലെ തന്നെ ചെറിയ കറികളും ഒക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് കയറി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് അടിച്ചേക്കണേ. ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്തേക്കണേ.